ശ്വാസം മുട്ടലിന് കുത്തിവെപ്പെടുത്ത 9ാം ക്ലാസ്സുകാരിക്ക് വിരലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് പരാതി. തിരുവനന്തപുരം പെരിങ്ങമല കാണിക്കാംകുറ്റിയിലാണ് ഈ സംഭവം. ശാന്തിവിള താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുത്ത ശേഷമാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. നിലവിൽ പരസഹായം ഇല്ലാതെ നടക്കാനാകുന്നില്ല എന്നും ഇത് കാരണം അവസാന വർഷത്തെ 2 പരീക്ഷകൾ എഴുതാൻ സാധിച്ചില്ല എന്നും കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. 28-ാം തീയതി രാത്രി കുഞ്ഞിനെ ശ്വാസമുട്ടൽ കൂടി ശാന്തിവിള നേമം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഡ്യൂട്ടി ഡോക്ടർ കൊച്ചിന് നെബുലൈസേഷനും പിന്നെ ഇഞ്ചക്ഷനും കൊടുത്തായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേഹം വിറച്ച്, ചുണ്ടൊക്കെ വിറച്ചു വിടാൻ, ദേഹം മൊത്തം വിറച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അവർ അത് പറഞ്ഞ് ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടിരിക്കും, കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ചോദിച്ചു എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിച്ചിട്ടും സാരമില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂൾ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് വീണ്ടും കുഴഞ്ഞു വീഴുന്നു. തിരിച്ച് വീണ്ടും നേമം താലൂക്ക് ആശുപത്രിനെ കൊണ്ട് കാണിച്ച സമയത്ത് അവരുടെ ചികിത്സാ പിഴവല്ല. ഞങ്ങളത് വ്യക്തമായിട്ട് OP ടിക്കറ്റ് പോലെ കാണിച്ചിട്ടും അവർ നമ്മളത് തിരിച്ച് ആർഗ്യുമെന്റ് ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ നമ്മുടെ ഒരു കറക്റ്റ് ചികിത്സ തരാതെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നാണ് അവർ നിർദ്ദേശിച്ചത്. നമുക്കൊരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ നമ്മൾ തന്നെ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകുന്ന സമയത്തും കുട്ടിയുടെ ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ നേരെ കൊണ്ടുപോയി പിന്നെ സർവത്ര ടെസ്റ്റ് നടത്തിയിട്ടും ഒരു ടെസ്റ്റിലും എക്സ്റേ ECG എല്ലാം എടുത്തിട്ടും ഒന്നിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞത് ഈ നമ്മുടെ ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമായിരിക്കും, പൊട്ടാസ്യം ലെവൽ കുറഞ്ഞിരിക്കും. ആ പൊട്ടാസ്യം ലെവൽ കുറഞ്ഞതുകൊണ്ട് ഇപ്പം ഡ്രഗ് അലർജി ആയതുകൊണ്ട് ഇനി പെട്ടെന്നൊരു മെഡിസിൻ എടുക്കാൻ കുട്ടിക്ക് പറ്റില്ല. അതുകൊണ്ട് പൊട്ടാസ്യം അടങ്ങിയ ഫുഡ് കഴിച്ച് 2-3 ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ ഇതൊന്ന് മാറുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കൈവിരലും മൊത്തം മടങ്ങി, രണ്ട് കൈ മടങ്ങി, കാലും നീരായി, അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി, നടക്കാനും പരസഹായം നടക്കാൻ. അരുൺ മോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഈ കുട്ടിക്ക് ഇഞ്ചക്ഷൻ എന്താണ് എടുത്തത് എന്ന് വ്യക്തതയുണ്ടോ? ഇപ്പോൾ എത്ര ദിവസമായി ഇത് പ്രശ്നമായി നിൽക്കുന്നു? ഇതിന് പരിഹാരമുണ്ടോ? മറ്റ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഇവർ വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. ഈ പറഞ്ഞ കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ 9ാം ക്ലാസ് കാര്യമാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. 28-ാം തീയതി ശ്വാസ മുട്ടലിനെ തുടർന്ന് അമ്മ ലിജിയോടൊപ്പമായിരുന്നു ഈ കുട്ടി ഈ പറയുന്ന നേമത്തെ സർക്കാർ ആശുപത്രി എത്തുന്നത്. താലൂക്ക് ആശുപത്രിയാണ്. അവിടെ എത്തി ഡോക്ടറെ കാണുന്നു. തുടർന്ന് ചികിത്സ ആരംഭിക്കുകയും ഒരു ഇഞ്ചക്ഷൻ നൽകുകയും വിടുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. കാരണം പരീക്ഷാകാലമാണ്. പോയ സമയത്തായിരുന്നു കുട്ടിക്ക് അബോധാവസ്ഥ വരുന്നു. തുടർന്ന് വീട്ടുകാരുടെയും അധ്യാപകരുടെയും സഹായത്തോടെ വീണ്ടും ആശുപത്രിയിൽ തന്നെ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച് പറഞ്ഞിരുന്നെങ്കിലും അവർ അതിനെ കാര്യമായി ചെവിക്കൊണ്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് ആദ്യം ഉന്നയിക്കുന്നത്. തുടർന്ന് അവരുടെ സ്വന്തം റിസ്കിൽ തന്നെ പറയുന്ന അവിടുത്തെ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം സ്വന്തം റിസ്കിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. അവിടെ എത്തി ചികിത്സ നൽകിയപ്പോഴായിരുന്നു ഡോക്ടർമാർ പറയുന്നത്, വിവിധ പരിശോധന നടത്തിയപ്പോൾ പറയുന്നു, ഇഞ്ചക്ഷൻ എടുത്തതിലുള്ള തകരാറാവാം ഈ കാരണം. മറ്റ് പ്രാഥമികമായ ഒരു പരിശോധനയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഇഞ്ചക്ഷനിൽ ഉണ്ടാകാതിരിക്കാം, ഇത് പൊട്ടാസ്യം താഴ്ന്നതായിരിക്കാം ഇതിന് കാരണം. ഇത് റെസ്റ്റ് എടുത്താൽ പോകും, അല്ലെങ്കിൽ ഇത് ഭേദമാകും എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു നിന്നത്. എന്നാൽ ഇപ്പോഴും ഗൗരവമായ ഒരു വിഷയം, കുട്ടിയുടെ കൈകാലുകൾക്ക് മുട്ടിൽ തുടങ്ങിയ കൈകാലുകൾക്കൊക്കെയും നീര് വന്ന് മടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു, എഴുതാൻ പറ്റാത്തൊരവസ്ഥയെത്തുന്നു, പരീക്ഷ നഷ്ടമായ ഒരു സാഹചര്യം എത്തുന്നു. ഇവിടെയാണ് ഗുരുതരമായൊരു ആരോപണം മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. തുടർന്ന് ഇവർ നേമം പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ നേമം പോലീസിലാണ് പരാതി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആരോഗ്യ അധികൃതരെ സമീപിച്ചപ്പോൾ അത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് കാരണം എന്നുള്ളത് അറിയിട്ടില്ല. എന്തായാലും വിദഗ്ധമായൊരു അന്വേഷണം ഇതിന് വേണം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഗൗരവമായി നോക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കടയിൽ തന്നെ ഇത്തരത്തിലൊരു യുവാവിന് ഈ ശ്വാസം മുട്ടലിനെ തുടർന്നുണ്ടായ ഒരു ഇഞ്ചക്ഷൻ നൽകിയപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം
കാട്ടാക്കടയിൽ തന്നെ ഒരു 4 വയസ്സുകാരിയുടെ ജീവന് നഷ്ടമായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഈ വിഷയം. എന്തായാലും മറ്റ് ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മാത്രം ആശ്വസിക്കാം. എന്നാൽ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമല്ലെങ്കിലും ഈ കൈകാലുകൾക്ക് ഉണ്ടാകുന്ന അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ട്. തീർച്ചയായും അരുൺ മോഹൻ സൂചിപ്പിക്കുന്ന പോലെ അങ്ങേയറ്റം ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണിത്. ഇതിന്റെ തുടർ നീക്കങ്ങൾ ഇനി എന്താകും എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണണം എന്നത് തന്നെയാണ് കൃത്യമായും പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ വലിയ തിരക്കിലാണ് എങ്കിൽ പോലും ആരോഗ്യവകുപ്പ് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.